ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, വി കെ പ്രശാന്ത് MLA ഇപ്പോൾ സൂചിപ്പിച്ചത് 400 ടൺ വിളപ്പിൽശാലയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ തിരുവനന്തപുരം നഗരം 180 ടൺ മാലിന്യമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഉറവിട സംസ്കരണത്തിലൂടെ ഹൗസ് ഹോൾഡുകൾ, വീടുകൾ തന്നെ അത് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുകയോ പ്രോസസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അതൊരു സമ്പൂർണ്ണ പരാജയമല്ല സുഭാഷ് ചന്ദ്രബോസ്? ഒരിക്കലും ഞാൻ സമ്പൂർണ്ണ പരാജയമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്ന ആളുമല്ല. ഞാൻ ഈ പ്രോസസ്സിൽ ഇടപെട്ടിരിക്കുന്ന ആളാണ്. ഉറവിട മാലിന്യ സംസ്കരണത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് സബ്സിഡി കൊടുത്തിട്ടുള്ള ഓഫീസറായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ എന്നെ പരാജയമല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് ത്രിമുഖ തന്ത്രം ആവശ്യമുണ്ട്. ഉറവിട മാലിന്യ സംസ്കരണത്തിന് അതിൻ്റെ പങ്കുണ്ട്. ശ്രീ വി കെ പ്രശാന്ത് MLA പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ അദ്ദേഹമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നിന്നും ഞാനും പറഞ്ഞിരുന്നു. അതായത് മിനി പ്ലാന്റുകൾ ആവശ്യമുണ്ട്, അതുപോലെ സെൻട്രലൈസ്ഡ് പ്ലാന്റ് ആവശ്യമുണ്ട്. ഡോക്ടർ അരുൺകുമാർ എഴുതി വെച്ചോ, ഞാൻ എൻ്റെ നാവ് പൊന്നായിരിക്കുമെന്ന് പിന്നെ അരുൺകുമാർ പറയും. കേരള ഗവൺമെൻറ് വളരെ ഗൗരവമായി ആലോചിക്കുന്നൊരു വിഷയം കൂടിയാണ് സെൻട്രലൈസ്ഡ് പ്ലാന്റ്. ഈ സെൻട്രലൈസ്ഡ് പ്ലാന്റ് കൊണ്ടുവരുന്നതിന് രാഷ്ട്രീയമായ എതിർപ്പുകൾ വന്നാൽ പൊതുജനങ്ങളുടെ എതിർപ്പ് വരുന്നത് അവർ പേടിച്ചിട്ടാണ്. വിളപ്പിൽശാല ഫാക്ടറി വിജയിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ 1000 പഞ്ചായത്തുകളിലും ഫാക്ടറികൾ പണിയാൻ പറ്റുമായിരുന്നു. എല്ലാവരും ഇങ്ങോട്ട് വരുമായിരുന്നു, ഞങ്ങൾക്കൊരു ഫാക്ടറി വേണം എന്ന് പറഞ്ഞു. വിളപ്പിൽശാല ഫാക്ടറി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഡോക്ടർ അരുൺകുമാർജി വേറൊരു അവസരം തന്നാൽ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ആ ഫാക്ടറി പരാജയപ്പെട്ടതെന്ന്. ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് വിളപ്പിൽശാല ഫാക്ടറി പരാജയപ്പെട്ടെങ്കിലും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ചേർന്ന്, എല്ലാ സന്നദ്ധ സംഘടനകളും ചേർന്ന്, എല്ലാ മീഡിയയും കൂടി ചേർന്ന് കേരളത്തിന് ഭാവി വേണമെങ്കിൽ തീർച്ചയായും സെൻട്രലൈസ്ഡ് പ്ലാന്റിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. കാരണം വിളപ്പിൽശാല ഫാക്ടറി തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന 100-200 ടണ്ണിൽ നിന്ന് ഇന്ന് ഞാൻ ലേറ്റസ്റ്റ് കണക്കുകൂടി എടുത്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. 500 ടൺ മാലിന്യം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം പോപ്പുലേഷൻ ആണെങ്കിൽ 2.5 കിലോ മാലിന്യം, അല്ല 1/2 കിലോ മാലിന്യം ഓരോരുത്തരും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളാരും ഉണ്ടാക്കുന്നതല്ല, വീട്ടിലേക്ക് വരുന്നതാണ്. ഇത് പ്രോസസ്സ് ചെയ്യാൻ സെൻട്രലൈസ്ഡ് പ്രോസസ് യൂണിറ്റ് കൂടി അനിവാര്യമാണ്. അത് കൊണ്ടുവരാൻ സിംഗപ്പൂരിലും മലേഷ്യയിലും അബുദാബിയിലും ലോകത്തെല്ലായിടത്തും ഇത് പറ്റുമെങ്കിൽ, ഇൻഡോറിൽ പറ്റുമെങ്കിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ പറ്റുമെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ഗൗരവമായി ഇത് ചർച്ച ചെയ്യണം. അത്യാധുനിക കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോയി വിഷയമടക്കം വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ കൂടി പങ്കാളിത്തം ആവശ്യമുണ്ട്. ഫാക്ടറി വേണ്ടിവരും.